ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു അഞ്ചെട്ടാളും കൂടി ഒരു വണ്ടി സ്പെഷ്യലാക്കിയിട്ട് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈശാഖ മാസമാണ്. വൈശാഖ മാസം 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നമ്മുടെ കൊട്ടിയൂരുള്ളത്. ഏകദേശം വയനാട് ജില്ലയോടടുത്ത് നിൽക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള അമ്പലമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത്. വൈകുന്നേരം ഒരു 4:15 ആകുമ്പം ഏകദേശം ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂറോളം ഏകദേശം വേണ്ടി വരും. അപ്പോൾ മഴയും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മഴയും ഇതെല്ലാം നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബാവലിപ്പുഴയിൽ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോകാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് മഴയും ഇതെല്ലാം ഉണ്ടല്ലോ, ഭയങ്കര വെള്ളമെന്ന് പറയുന്നതുകൊണ്ട് പുഴയിലെല്ലാം വെള്ളം ഒരു 3-4 പേര് ഒഴുകിപ്പോയി എന്നെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ കുളിക്കാനൊന്നും പറ്റില്ല എന്ന് മുന്നേ പോയവരെല്ലാം പറയുന്നത് കേട്ടു. അപ്പോൾ കൊട്ടിയൂരിൻ്റെ ഒരുപാട് കഥകളും കാര്യങ്ങളും എല്ലാം ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയുന്നതായിരിക്കും. അപ്പോൾ അതായത് പണ്ട് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത്. അവിടെ ദക്ഷപ്രജാപതിയായ രാജാവ് ദക്ഷയാഗം നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ യാഗത്തിന് ക്ഷണിക്കാതിരുന്ന സതീദേവി മകളെയും ഭർത്താവിനെയും ക്ഷണിക്കാതിരുന്ന സമയത്ത് സതീദേവി അപമാനഭാരത്താൽ അവിടുന്ന് യാഗാഗ്നിയിൽ ചാടിയിട്ട് ആത്മാഹുതി ചെയ്ത ഒരു തറയും, അതുപോലെ തന്നെ അതിനുശേഷം ശിവൻ്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച വീരഭദ്രൻ പോയി യാഗം മുടക്കുകയും അവിടുന്ന് പ്രജാപതിനെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ ഒരു ദക്ഷയാഗം നടന്ന സ്ഥലത്ത് ശിവലിംഗം, ഒരു സ്വയംഭൂവായിട്ടൊരു ശിവലിംഗം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 തറയാണ് പ്രധാനമായിട്ടും നമ്മൾ അവിടെ ആരാധിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ വൈശാഖ മാസത്തിൽ ഈ ഒരു 28 ദിവസമാണ് നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മൾ ഏകദേശം പാർക്കിംഗ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ 4:15 വീട്ടിൽ നിന്ന് വിട്ട് ഇപ്പം ഏകദേശം ഒരു 8:15 ആയിട്ടുണ്ട്. 8:15 അല്ല, 7:45 ഈ സമയത്ത്. അപ്പോൾ നമ്മൾ പേ പാർക്കിങ്ങിലാണ്. അവിടെ നമ്മൾ 50 രൂപയാണ് കാറിനും, അതുപോലെ തന്നെ ഈ ട്രാവലർ ഇങ്ങനത്തിനെല്ലാം 50 രൂപയും, ബസ്സിന് അത്രയാണ് 800 അങ്ങാറ്റാന്ന് തോന്നുന്നു. അങ്ങനെ പേ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കും. നല്ല മഴ ഇടയ്ക്കേ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ നടന്നു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഴ ഒഴിവായി കിട്ടിയോണ്ട് നനയാണ്ട് നമ്മൾ പോയി. പക്ഷെ ഒരുപാട് ചളിയും കാര്യങ്ങളായിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വണ്ടിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്താകുമ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നനയാണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയേ. പക്ഷേ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിലായാലും എല്ലാം ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രിയാകുമ്പോൾ നമ്മൾ കുറച്ച് തിരക്കെല്ലാം ഒഴിവായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് രാത്രി സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് രാത്രി ഒരു 9 മണിയെല്ലാം ആകുമ്പം ശീവേലി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ എന്നാലും അധികം ബുദ്ധിമുട്ടില്ലാത്ത തന്നെ നമുക്ക് തൊഴാനും ഒക്കെ പറ്റി. ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് 1.5-2 മണിക്കൂറെല്ലാം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് അതിന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും നമുക്കൊരു മടുപ്പില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് തൊഴുതിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തെടുക്കുന്ന കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി നമ്മൾ കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. നല്ല പുഴ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണും. നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന പുഴേൻ്റെ അതിശക്തമായ ഒഴുക്കും കാര്യങ്ങളും നമുക്ക് പോകുമ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ റോഡ് സൈഡിലേക്ക് കൂടെ നടന്നിട്ട് പോകുന്ന റോഡ് സൈഡിൽ തന്നെ നമുക്ക് കൊട്ടിയൂരിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ കൊണ്ടുപോകുന്ന സാധനമാണ്. കൊട്ടിയൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഓടപ്പൂവ്. അപ്പോൾ അത് നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ ഐശ്വര്യത്തിനും ഇതിനും കൊണ്ടുവന്ന് ഇവിടുന്ന് വന്നവർ തീർച്ചയായിട്ടും ഒരു ഓടപ്പൂവ് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് നമ്മളൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങോളം കാണാൻ പറ്റും ഇങ്ങനെ തൂക്കി വെച്ചിട്ട്. അപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ ആർച്ച് കടന്ന് നമ്മൾ ഉള്ളിലോട്ട് കടന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വലിയ തിരക്ക് കുറയുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നമ്മൾ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകുമ്പോൾ. അവർക്കെല്ലാം വളരെ നല്ലതാണ് ഈ തൈര്.
ഇനി തൈലം ആവശ്യമുള്ളവർക്കെല്ലാം ഒരു ഇതായിട്ടാണ് തന്നെ ഒരു ലിങ്ക് വോയിസിൻ്റെ ലിങ്ക് ആയിരിക്കും തരുന്നത്. ആ സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടി വരും. കാരണം സെക്യൂരിറ്റി ആണ് അവർ കൂടുതൽ നോക്കണേ. ഒരാളുടെ ഇത് പാസ്വേഡ് നമുക്ക് തരാൻ അവർ ഇത് ചെയ്യില്ല. ഞാൻ 6 രൂപ വരും. അതിൻ്റെ സ്ക്രീന് പോയിട്ടുണ്ട്. അതിൻ്റെ ടച്ച് സ്ക്രീൻ അവരെ മോൻ കളിച്ച് കളിച്ചാൽ അതെടുത്തൊക്കെ വലിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ പൊതുവേ കുളിക്കാനെല്ലാം ഇറങ്ങുന്ന ഓരോ ഭാഗങ്ങൾ. അപ്പോൾ ആൾക്കാർ കാണാൻ തന്നെ പല ആൾക്കാരും ചിലപ്പോൾ പുഴയിൽ നിന്ന് കാണാതെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് പോലീസുകാരെല്ലാം ഓരോ ഭാഗത്ത് പുഴേൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓരോ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിന്. എന്താ വെച്ചാൽ ആൾക്കാർ കാണാണ്ട് തന്നെ ഇറങ്ങി തന്നെ 3-4 പേര് ഈ ഉത്സവം തുടങ്ങിയതിന് ശേഷം 3-4 പേര് ഒഴുക്ക് പെട്ടു എന്ന് പറയുന്നുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള വെള്ളമാണ് കാണുന്നില്ലേ, അത്രയും ശക്തമായിട്ടുള്ള വെള്ളമാണ് ഉള്ളത്. മഴ മുന്നേ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള മഴ. ഇതിൽ മൊത്തം അവിടെ ഇവിടെ എല്ലാം പുഴേൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കെട്ടി ബ്ലോക്ക് ആക്കി വെച്ചിട്ടാണ് ഉള്ളത്. എന്താ വെച്ചാൽ അത്രയും ശക്തമായിട്ടുള്ള വെള്ളമാണ്, കാണുമ്പം തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ നമ്മൾ കുളിക്കാനൊന്നും നിൽക്കുന്നില്ല. എല്ലാ പ്രാവശ്യം നമ്മൾ വന്ന ഡ്രസ്സോട് കൂടി കുളിച്ച് ഈറനായി ഒരു തോർത്തെപ്പം ഉണ്ടാകും കയ്യിൽ. അപ്പോൾ ഇപ്പോൾ തോർത്ത് കൊണ്ടുപോയത് തന്നെ വെറുതെയാണ്. എല്ലാവരുടെ കയ്യിലും തോർത്തുണ്ട്, ആ ഒരു ചടങ്ങിൻ്റെ പോലെ തന്നെ തോർത്തുണ്ട്. പക്ഷേ അതിന് കുളിക്കാനൊന്നും നിന്നിട്ടില്ല. ഈറനോട് കൂടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവൽ. തിരിച്ച് വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ വരുവാന്ന് പതിവ്. ഇപ്രാവശ്യം ആർക്കും ആ ഒരു കുളിയെന്ന പരിപാടി നടന്നില്ല. എല്ലാവരും വൈകുന്നേരം വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വന്നതല്ലാണ്ട് നമ്മളുടെ ചടങ്ങ് പ്രകാരം നമ്മൾ ഇവിടുന്ന് എപ്പം കുളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോവാറ് ഈറനായിട്ട്. പക്ഷേ വീട്ടിൽ നിന്ന് കുളിച്ച് വന്നതിൽ ഇത്രയും ശക്തമായ വെള്ളം നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഭയാനകമായ രീതിയിലാണ് പുഴേനെ ഒഴുകുന്നത്. ബാവലിപ്പുഴേൻ്റെ ഒഴുക്ക് തന്നെ. ഈ പുഴേൻ്റെ അക്കരെയാണ് അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും അക്കരക്കൊട്ടിയൂരും. ഒരു പുഴേൻ്റെ ബാവലിപ്പുഴേൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തൊഴാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ തൊഴുന്ന വരെ നമുക്ക് ക്യൂ, ഞാൻ പറഞ്ഞില്ല, ഒരു അരമണിക്കൂർ നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല ക്യൂ തന്നെയായിരുന്നു. എന്നാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് അധികം ഒരു മടുപ്പുള്ള രീതിയിലുണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ നേരം ക്യൂ നിൽക്കുന്നതിന് നമുക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ തൊഴാൻ പറ്റി. പിന്നെ ശീവേലി ഒരു 9 മണിക്ക് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ശീവേലി ഒരു അരമണിക്കൂറിനുള്ളിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ശീവേലി തുടങ്ങുന്ന ആ സമയം കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മഴ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് കുടയെല്ലാം എടുത്തിന്, എന്നാൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണമെല്ലാം ഓരോ കയ്യാലകൾ, ഒരുപാട് കയ്യാലകൾ കാണാം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ. ഓരോരോ കയ്യാലകളിലും ഭക്ഷണം ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം 9 മണി കഴിഞ്ഞ് ഒരു 9:30 ആ ഒരു ടൈമിന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് എല്ലാ കയ്യാലയും ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കരക്കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ അവിടെയും ഭക്ഷണം ഉണ്ടാവലുണ്ട്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പം തന്നെ ഏകദേശം 11 മണി ആയതുകൊണ്ട് ഭക്ഷണം എല്ലാടിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കഴിച്ചിട്ട് ഏകദേശം 2 മണിക്കാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കി നമ്മൾ അമ്പലത്തിൽ ഏകദേശം എത്തി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ബാക്കി നമുക്ക് അവിടുത്തെ തൊഴേണ്ട കാര്യങ്ങളും അപ്പോഴത്തെ ആളും തിരക്കും നമ്മുടെ അവിടുത്തെ ഓരോ കയ്യാലകളും ഒക്കെ നമുക്ക് കാണാം. പിന്നെ ശീവേലി ആണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ശീവേലി എല്ലാം കൂടി ഇടുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ട് ശീവേലിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഇടണം. അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അമ്പലത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇനി അങ്ങോട്ട് പോകണ്ടപ്പോൾ ഇങ്ങോട്ട് വിട്ടോ. നമ്മൾ ഈ ബാക്ക് സൈഡ് പിടിച്ചിട്ട് പ്രശ്നമായി. അപ്പോൾ നമ്മളിപ്പം ക്യൂവിലാണ് ഉള്ളത്. ഏകദേശം ഒരു അരമണിക്കൂറായി നമ്മൾ ക്യൂവിൽ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശിവൻ്റെ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം ഉള്ള ഭാഗത്ത് നമ്മളെത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ക്യൂ ഏകദേശം കുറയാനായിട്ടുണ്ട്. ചെറിയൊരു ഭാഗം കൂടി എത്തിക്കഴിഞ്ഞാൽ ഏകദേശം അവിടെ നിന്ന് എനിക്ക് മോളില്ലതുകൊണ്ട് നമ്മൾ എന്നെ പെട്ടെന്ന് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് വന്ന് കാത്തു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ വലിയൊരു തിരക്കില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. ചിലവരിൽ 1-2 മണിക്കൂറും ക്യൂ നിന്നിട്ടേ വന്നിട്ടേ തൊഴാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അത്ര വലിയ ആ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇവിടുന്ന്. അതെ അത്രയും കിട്ടും. മടുപ്പൊന്നും വരാനൊന്നും ഉണ്ടായില്ല അല്ലേ?
ദക്ഷയാഗം നടന്ന സമയത്ത് സതീദേവി ആത്മാഹൂതി ചെയ്തതായിട്ട് അറിയപ്പെടുന്ന തറയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ആൾക്കാർ കല്ലെല്ലാം ഉരച്ചിട്ട് ചന്ദനം തൊടുന്നെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ ഐതിഹ്യമൊന്നും ഒന്നാണെന്നറിയില്ല. അതിനുശേഷം നമ്മൾ മുകളിൽ കയറി നിന്ന് ശിവേലി ഏകദേശം 9 മണിയായി. ശിവേലി ഇപ്പം തുടങ്ങുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥാനം പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കാത്തു നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ശിവേലി തുടങ്ങിയത്. ഇതല്ലേ പാർവതീൻ്റെ സ്ഥാനം വീടല്ലേ? നേരത്തെ നമ്മൾ കണ്ടത് ശിവൻ്റെത്. ശിവൻ സ്വയംഭൂ. അതാണ് ശിവൻ. സ്വയംഭൂവായത് ശിവൻ. അപ്പോൾ കുറേ സമയം നമ്മളവിടെ കാത്തു നിന്നതിന് ശേഷം കുറേ ആൾക്കാർ ഭക്ഷണം കയ്യാലേ പോയിട്ട് കഴിക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ചുറ്റം വന്നു. അപ്പോൾ പോകുന്ന വഴിക്കാന്ന് ആനേനെ അവിടെ കെട്ടിയിട്ട് കണ്ടു. അപ്പോൾ ആ ആനയാണ് ശിവേലിക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു ചുറ്റം വന്നതല്ലാണ്ട് നമുക്ക് ഏത് കയ്യാലെന്നും ഭക്ഷണം കിട്ടിയിട്ട് അപ്പോൾ തന്നെ നല്ലൊരു മഴയും പെയ്തു. അപ്പോൾ ധ്രുവിക്ക് ഞാനൊരു കോട്ട എടുത്തതുകൊണ്ട് ഓൾക്ക് നല്ല സുഖമായിട്ട് കോട്ടിട്ട് നിന്നു. നമ്മൾ ഈ കുടയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കുടയും കൊണ്ട് നമ്മളെ ദേഹത്ത് വെള്ളം തെച്ചും വെള്ളമായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ നിന്നടിക്കാൻ ഒന്നും കൂടി ചുറ്റി വന്ന് ആ മൊത്തം ആ റൗണ്ട് അങ്ങ് വരെ കണ്ട ആ റൗണ്ട് ഫുൾ നമ്മൾ ചുറ്റിക്കറങ്ങി ഒന്ന് ആ ചുറ്റും കയ്യാലയാണ്. ആ കയ്യാലയിൽ നമ്മൾ ഓരോ കയ്യാലയിലും ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പോൾ എല്ലായിടയ്ക്കും പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി വരുന്നവർക്കില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനിയെല്ലാം ചുറ്റും വരുന്നവർ തെച്ചും കുടയെടുത്തിട്ടാണ് നല്ലൊരു മഴയാണ് പെയ്തത്. അപ്പോൾ ശിവേലി തുടങ്ങാനായി ആനയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. 2 ആനകളാണുള്ളത്. അപ്പോൾ ശിവേലീൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലിടുന്നില്ല. അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട്. അപ്പോൾ ശിവേലി തുടങ്ങുന്ന സമയത്ത് ആളുകളെല്ലാം ഈ ഒരു ഭാഗത്തുനിന്ന് ഒഴിവാവണം. അപ്പോൾ ആളുകളെല്ലാം ഒഴിവാക്കി വരുന്നുണ്ട്. ആൾക്കാർ മുകളിലോട്ട് കയറിയിട്ടും സൈഡായിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. ശിവേലി ആകുമ്പം ആന ചുറ്റം വരുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. അപ്പോൾ ഒരു ശിവേലീൻ്റെ വീഡിയോ കാണേണ്ടവർ അടുത്ത ദിവസത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. ആളെന്ന് സൈഡാക്കി ഇരുന്നു അല്ലേ? വെള്ളം ഇപ്പം തൊഴാൻ പോണേ അടാ ഇപ്പം തൊഴും. പേജായിട്ട് കയ്യാലയിലുള്ളവർക്ക് ഓരോരാൾ വേണ്ട. എല്ലാ കയ്യാലയിലും ഓരോരാൾ വരണം. ആളുടെ കൂടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാ കയ്യാലയിലും എല്ലാവർക്കും ചോറും കൊടുക്കും. ഓരോരാൾ ഓരോ സാധനം ജോലിക്കാണെങ്കിൽ പിടിക്കണോ അതോ എന്തോ വരില്ല.
ധ്രുവി കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ശിവയിലേക്ക് കഴിഞ്ഞതിന് ശേഷം ഇക്കരക്കൊട്ടിയൂർ, ഇത് അക്കരക്കൊട്ടിയൂർ എന്നാണ് ഈ ഭാഗത്ത് പറയൽ. അപ്പോൾ ബാവലിപ്പുഴേൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഇക്കരക്കൊട്ടിയൂർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വൈശാഖ മാസത്തിൽ ഈ ഒരു 28 ദിവസം ഇവിടെ പൂജ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പൂജ ഉണ്ടാവില്ല എന്ന് പറയല്. പക്ഷേ ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂടെ പോയിട്ട് തൊഴുതിട്ടാണ് പോകാറ്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് നടന്നിട്ട് പോകാനല്ലേ. അപ്പോൾ ഇതാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴ നേരെ ക്രോസ് ചെയ്തിട്ട് പാലം കടന്നു കഴിഞ്ഞാലാണ് അപ്പുറത്ത് വരുന്ന കൊട്ടിയൂരിൻ്റെ മറ്റേ അമ്പലം വരുന്നത്. അപ്പോൾ അവിടത്തേക്കും പോയിട്ടാകുമ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ കുറച്ചല്ലോ അവിടെ ഫുഡ് ഉണ്ടാവലുണ്ട്. നമ്മൾ മുന്നേ പോയവർക്കെല്ലാം അവിടെ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 11 മണിയായി. 11 മണിയാകുന്ന സമയത്തെല്ലാം എല്ലായിടയ്ക്കും ഭക്ഷണമൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നടന്ന് പോയതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ഇക്കരക്കൊട്ടിയൂരിലെ കുറച്ച് വിശേഷങ്ങളും കൂടി പോകുന്ന വഴി ഒന്ന് കണ്ടിട്ട് വരാം. ധ്രുവി വെള്ളം നോക്കിയാ. ഓർത്തിനെ മണി ചാനലിൽ വേക്കില്ലേ. എന്നാലും ഇതിക്കൊക്കെ പടാറക്കാലന്മാർക്ക് മൂത്രമൊഴിച്ച് വെള്ളം ഒഴിച്ചുകൂടെ. ഇത് ബൈക്കത്ത് നിരവണം. ബാ ഇത് കൈ പിടിക്കണേ. ഏ 10 മണി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. വാ ധ്രുവി പണി നടക്കും. ഇത് സാധാരണ പയ്യ മണിക്കേ. ആ അല്ല മേണിക്ക് എല്ലാം നിൽക്കാം. ഒരു അമ്പലത്തിൽ കൂടെ പോകാൻ അത്രേ. നീ റോഡ് സൈഡിലും കൈ ഇപ്പുറത്തേക്ക് നടന്ന എനക്ക് വിശപ്പ്. ഇങ്ങോട്ടന്നെയാ തന്നെ ആയിരിക്കൂലേ. അതല്ലേ ഇക്കര ക്ഷേത്രം അതല്ലേ കണ്ടോ. ആ ഓ ആ ഇതേ ഇലയെക്കൂടി ഇങ്ങനെ എത്തിയിട്ടാ. അങ്ങോട്ട് കുറച്ച് ബാബാ ഓയ് നീ വന്ന
അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ എത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ എനിക്കൊന്നും വരുന്ന വഴിക്ക് തന്നെ ഈ ഭാഗത്തോട്ട് വരും, വയനാട് ഭാഗത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരം ഈ ഒരു ഭാഗത്തോട്ട് നല്ല വളവായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊക്കെ ഛർദിയും വയറുവേദന തലവേദന ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണവും ഇല്ല, ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 11-11:30 ആയി. അപ്പോൾ ഭക്ഷണവും ഇല്ല, ഒന്ന് വിശപ്പ് എല്ലാം കൊണ്ടും മൊത്തത്തിൽ അങ്ങ് ടയേർഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ അമ്പലം നമ്മളെന്ന് വെച്ചാൽ തൊഴാൻ വേണ്ടി പുറത്തേക്ക് കൂടെ ഒന്ന് തൊഴുന്നതിൽ നടയൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വന്ന് തൊഴുതിട്ടേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് അമ്പലം ജസ്റ്റ് ഒന്ന് അവിടെ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് ഓടപ്പൂ വാങ്ങിക്കണം. 2-3 വീട്ടിലേക്കില്ലേ, നമുക്ക് വീട്ടിലേക്ക് ഓടപ്പൂ കുറച്ച് തിന്നാനത്തെങ്ങും വാങ്ങിച്ച് പിന്നെ അതിന് ശേഷം എവിടെന്നെങ്കിലും ഫുഡ് എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കണം. അതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പുറപ്പെടുമായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതെല്ലാം കണ്ടിട്ട് വരാം. കാണാൻ നോക്കുന്നുണ്ട്. നടക്ക്. ഇങ്ങോട്ടോ എടാ ഭക്ഷണമൊന്നുമില്ലല്ലോ ധ്രുവിക ബിജു. അപ്പോൾ നമ്മൾ തൊഴുതിട്ടെല്ലാം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നമ്മൾ ഡ്രൈവർ നമ്മൾ സുഭാഷ് ചേട്ടനെ വിളിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക്, നമുക്ക് രാത്രി ആയതുകൊണ്ട് ഏത് ഭാഗമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് തൊട്ടടുത്ത് തന്നെ പേ ചെയ്തിട്ട് ടോയ്ലറ്റ് പോകേണ്ട സൗകര്യമെല്ലാം കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ റോഡ് വരെ മണായതുകൊണ്ട് അങ്ങ് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല നീറ്റാന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് തന്നെ ചോദിച്ചു നമ്മൾ. അപ്പം നല്ല നീറ്റാന്ന് പറഞ്ഞുകൊണ്ട് ശേഷം നമ്മൾ ഇവിടെ പോകേണ്ടവർക്കെല്ലാം നമ്മൾ ഇവിടത്തേക്ക് ടോയ്ലറ്റിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ നിന്നെല്ലാം ഇറങ്ങുമ്പോഴത്തേക്ക് സുഭാഷ് ചേട്ടൻ ഏകദേശം നമ്മളെ സ്ഥലം പറഞ്ഞു കൊടുത്ത് അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നല്ല ചൂട് കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ചൂട് കഞ്ഞി കിട്ടിയതുകൊണ്ട് ചെറിയൊരു ചെറുപയർ കറിയും ഒരു അച്ചാറും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്നാലും അതൊരു നല്ല കാര്യമായിരുന്നു. ഈ 11-11:30 ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓടപ്പൂ കുറച്ച് വീട്ടിലേക്ക് തിന്നണ്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയാവുമായിരുന്നു. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്. നാട്ടിലെത്താനാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ നല്ല രീതിയിൽ വാള് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമേ വാള് വെച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉഷാറായിരുന്നു. അപ്പോൾ അടുത്ത നമ്മളൊരു വീഡിയോ ആയിട്ട് ശിവേലിയുടേത് പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.